ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലോട്ട് വരുവാണ്. നമ്മൾ സെക്കൻഡ് ലോ ആണ് പഠിക്കുന്നത്. സെക്കൻഡ് ലോയുടെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കുന്നത്. പിന്നീട് നമ്മൾ തേർഡ് ലോ പഠിക്കും. ഈ തേർഡ് ലോ ആക്ച്വലി ഈ ഒരു ലെക്ചറിൻ്റെ ആയിട്ട് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ കാണുള്ളൂ. ബാക്കി ഫുള്ള് സെക്കൻഡ് ലോ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഹൈലി കൺസെപ്ച്വൽ ആണ്. ഇതിനകത്ത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരും, അതുപോലെ തന്നെ പ്രോബ്ലംസും വരും. നമ്മൾ ചെയ്യുന്നത് എക്സാം പെർസ്പെക്റ്റീവിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രോബ്ലംസും ചെയ്യാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഹൈ ഓർഡർ ഡെറിവേഷൻസ് നമ്മൾ അങ്ങോട്ട് പോകില്ല. നമ്മൾ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ചെയ്യും, പക്ഷെ ഭയങ്കര വലിയ ഡെറിവേഷൻസ് നമ്മൾ ചെയ്യില്ല. നിങ്ങൾക്ക് കൂടുതൽ അതായത് ഡെറിവേഷനൊക്കെ ഉൾപ്പെടെ ഇത് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫസർ SK സോം എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ആ സാറിൻ്റെ എൻപിറ്റൽ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് തെർമോഡൈനാമിക്സിൻ്റെ, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പോഴല്ല, എക്സാമിനൊക്കെ ശേഷം കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ നിന്ന് എന്താണ് സെക്കൻഡ് ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് ക്ലോഷ്യസ് ഇനിക്വാളിറ്റി ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്ലോഷ്യസ് ഇനിക്വാളിറ്റി ലോ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് del Q by T will be always less than or equal to 0. അതിനകത്ത് ഇത് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ, ലെസ് ദാൻ 0 ആയിരിക്കും ഫോർ എ ഇറിവേഴ്സിബിൾ സൈക്കിൾ. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ 0 എന്ന കേസ് വന്നാൽ അത് ഇമ്പോസിബിൾ ആണ്. നൗ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയാണ്, നമ്മൾ കാർനോട്ട് സൈക്കിളിൽ നമ്മൾ റീവിസിറ്റ് ചെയ്യും ഈ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ശരിയാണെന്ന് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലായിക്കോളാം. സൈക്ലിക് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റ് തന്നെ എത്തുന്ന, പല പ്രോസസ്സുകൾ കഴിഞ്ഞ് അതേ പോയിന്റ് തന്നെ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന del Q by Tകളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം del Q by T ഇന്റഗ്രൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ, cyclic integral del Q by T will be less than or equal to 0. Equal to 0 for reversible cycle and less than 0 for irreversible cycle. Greater than 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണ് എൻട്രോപ്പി നമുക്ക് നോക്കാം. Entropy of a system is defined as the measure of degree of molecular disorder or randomness existing in a system. റാൻഡംനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോളിക്കുലർ ഡിസോർഡർ ഇൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. നല്ല റാൻഡംനെസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ നല്ല എൻട്രോപ്പി എന്ന് പറയാം. കുറച്ച് റാൻഡംനെസ് ഉള്ളെങ്കിൽ കുറച്ച് എൻട്രോപ്പി എന്ന് പറയാൻ പറ്റും. എന്താണ് എൻട്രോപ്പിയുടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ആണ്. ഹീറ്റ് ഫ്ലോ പോസിറ്റീവ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റിവേഴ്സിബിൾ, ഞാൻ പറയുന്ന പോണ കാര്യങ്ങളെല്ലാം റിവേഴ്സിബിൾ പ്രോസസ് ഇൻ സിസ്റ്റത്തിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ഹീറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, ഹീറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ഹീറ്റ് പോസിറ്റീവ് കിട്ടുന്ന പോലെ എന്താ? എനിക്ക് ഹീറ്റ് തരുന്നെങ്കിൽ അതാണ് പോസിറ്റീവ്. ഹീറ്റ് എന്നിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ആവും. എന്നിൽ നിന്ന് ഹീറ്റ് പോയാൽ എൻ്റെ എൻട്രോപ്പി കുറയും. എന്നിലേക്ക് ഹീറ്റ് വരികയോ പോവുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എനിക്ക് എൻട്രോപ്പി പഴയ എൻട്രോപ്പി തന്നെ ആയിരിക്കും. ഇതാണ് സംഭവം. ഓക്കെ, ഹീറ്റ് എനിക്ക് കിട്ടിയാൽ എൻ്റെ എൻട്രോപ്പി കൂടും, ഹീറ്റ് എനിക്ക് പോയാൽ എൻ്റെ എൻട്രോപ്പി കുറയും. ഹീറ്റ് എനിക്ക് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ല ഐ മീൻ ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻട്രോപ്പി 0 ആയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് സറൗണ്ടിങ്സ്. ഉദാഹരണത്തിന് ഞാനാണ് സിസ്റ്റം ആകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. എനിക്ക് ഹീറ്റ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ എൻട്രോപ്പി കൂടും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, സറൗണ്ടിങ്സിന്റെ ആസ്പെക്റ്റിൽ ആലോചിച്ച് നോക്കി. എനിക്ക് ഹീറ്റ് കിട്ടുമ്പോൾ സറൗണ്ടിങ്സിന് ഹീറ്റ് പോവുമല്ലേ? അപ്പൊ സറൗണ്ടിങ്സിന്റെ എൻട്രോപ്പി കുറയല്ലേ? അത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റ് സിസ്റ്റത്തിന് കിട്ടിയാൽ, ഹീറ്റ് പോസിറ്റീവ് ആണ് സിസ്റ്റത്തിനെങ്കിൽ എൻട്രോപ്പി ഇൻക്രീസ് ആവും. പക്ഷേ സറൗണ്ടിങ്സിന്റെ കേസിൽ എന്ത് സംഭവിക്കും? എൻട്രോപ്പി കുറയും. അതേപോലെ എന്നിൽ നിന്ന് അങ്ങോട്ട് സറൗണ്ടിങ്സിലോട്ട് ഹീറ്റ് പോയാൽ എനിക്ക് എൻട്രോപ്പി കുറയും, പക്ഷെ സറൗണ്ടിങ്സിന് ഹീറ്റ് കിട്ടുവാണ്. സോ എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ്സ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ എനിക്ക് എൻട്രോപ്പി ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സിനും എൻട്രോപ്പി ചേഞ്ച് ഇല്ല. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഓൺലി ഫോർ റിവേഴ്സിബിൾ പ്രോസസ് ഇൻ എ സിസ്റ്റം. അങ്ങനെ നമുക്ക് എന്ത് പറയാം? എൻട്രോപ്പി സിസ്റ്റം ക്യാൻ ബി ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ് ഓർ അറ്റ് ബി എ കോൺസ്റ്റന്റ് സോ ആസ് ഫോർ സറൗണ്ടിങ്. ഓൾ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഐസെൻട്രോപിക് പ്രോസസ്. ഇത് നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ ചോദിക്കാം. എല്ലാ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഐസെൻട്രോപിക് പ്രോസസ് എന്താ പറയുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ എൻട്രോപ്പി ഇല്ല. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ് മാത്രമല്ല പറയുന്നത്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു റിവേഴ്സിബിൾ ആസ്പെക്റ്റിന്റെ ക്വാളിറ്റി ആസ്പെക്ട് നമുക്ക് മനസ്സിലായി. ഹീറ്റ് എങ്ങനെ മാറുമ്പോൾ എങ്ങനെ എൻട്രോപ്പി മാറുന്നു അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും എന്താണ് എൻട്രോപ്പി. ശരിക്കും എന്താണ് എൻട്രോപ്പി ചേഞ്ച് മനസ്സിലായിട്ടില്ല റിവേഴ്സിബിൾ പ്രോസസ്സിന്. അത് നമുക്ക് ചെക്ക് ചെയ്യാം.
എൻട്രോപ്പി ചേഞ്ച് ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സിനെ നമുക്ക് ds is equal to del q by t ഫോർ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കാം. ഈ ds നെ നമുക്ക് എൻട്രോപ്പി ചേഞ്ച് എന്ന് വിളിക്കാം. ഈ പറഞ്ഞ del q by t റിവേഴ്സിബിളിനെ നമുക്ക് എൻട്രോപ്പി ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനാണ് ds വെച്ചാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇവിടെ ഞാൻ del വെച്ച് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ds വെച്ച് നമ്മൾ എഴുതുന്നെങ്കിൽ ഒരു പോയിന്റ് ഫംഗ്ഷൻ ആയിരിക്കും. രണ്ട് പോയിന്റിന് ഇടയ്ക്ക് എപ്പോഴും അത് എന്താ പറയുക, ഏത് പാത്ത് ഫോളോ ചെയ്താലും അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ds നമ്മൾ എഴുതിയല്ല, del എഴുതിയ പക്ഷേ അങ്ങനെയല്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ds ഇവിടെ ഡെല്ലും വന്നു. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇതാണ് നമ്മുടെ ഇത്, you can say it's the TS diagram. ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്. നമുക്ക് പല പാത്തിലൂടെ നമുക്ക് വരാം. നമുക്ക് ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ പാത്ത് എടുക്കാം. എല്ലാ റിവേഴ്സിബിൾ പാത്ത് എടുക്കാം. ഇറിവേഴ്സിബിൾ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. ഇങ്ങനെ റിവേഴ്സിബിൾ പാത്ത് എടുക്കാം, ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ പാത്ത് എടുക്കാം. ഈ പല പാത്തിലും പല ക്യൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പല പാത്തിലും പല എൻട്രോപ്പി ചേഞ്ച് ആയിരിക്കുമോ? ഉത്തരം അല്ല. നമ്മൾ del q, നമ്മൾ ds ഈക്വൽ ടു del q എന്നല്ല എടുത്തത്, ഇങ്ങനല്ലല്ലോ നമ്മൾ എടുത്തത്. നമ്മൾ ബൈ t കൂടെ എടുത്തില്ലേ? നമ്മൾ ആക്ച്വലി ചെയ്തത് t എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഹീറ്റിനെ നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്കൽ ടേംസ്. അത്ര നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ del q by t ആണ് ds എങ്കിലും പല പാത്തിലും del q by t ചെയ്താലും നമുക്ക് ഒരേ ds വാല്യൂ തന്നെ കിട്ടും ബിറ്റ്വീൻ 2 പോയിന്റ്. ഞാൻ ds ഉദ്ദേശിക്കുന്നത്, ഈ ds ആക്ച്വലി പറഞ്ഞാൽ വളരെ ചെറിയ സ്മോൾ ചേഞ്ച് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ s2 - s1 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യമാണ്. ds = del q by t നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് പറ്റും? s2 - s1 = ഇന്റഗ്രൽ 1 to 2 del q by t. ഈ 1 to 2 എന്ന് പറയുന്ന സ്ഥലത്ത് ഈ del q പല ഹീറ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് തരിക. പക്ഷേ എങ്കിലും ഈ del q by t നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 to 2 നമ്മൾ ഏത് പാത്തിലും നമ്മൾ del q by t ചെയ്താലും നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എസ് അല്ലെങ്കിൽ s2 by s1 എപ്പോഴും സെയിം ആയിരിക്കും. ഒരു റിവേഴ്സൽ പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ചിന്റെ വാല്യൂ ഈക്വൽ ടു എൻട്രോപ്പി ട്രാൻസ്ഫർ മാത്രമാണ്. ആൻഡ് ദാറ്റ് വിൽ ബിക്കംസ് എ കോൺസ്റ്റന്റ്. അതായത് ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പോയിന്റ് കിട്ടുന്ന എൻട്രോപ്പി ഒരു പ്രോപ്പർട്ടിയാണ്. ഏത് പാത്തിലൂടെ അങ്ങനെ വരുന്നുള്ള കാര്യം നമുക്ക് വിഷയമല്ല. ഏത് പാത്തിലൂടെ വന്നാലും ഈ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് del q by t നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ആ del q by t നെ നമ്മൾ പല പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ, ആ കിട്ടുന്ന എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. ഇത്രയും കാര്യമാണ് നമ്മൾ എൻട്രോപ്പി ചേഞ്ച് ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സിന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇർറിവേഴ്സിബിളിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ds ഇർറിവേഴ്സിബിൾ, എൻട്രോപ്പി ചേഞ്ച് ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു സ്മോൾ ചേഞ്ച്, ഒരു സ്മോൾ ആ പ്രോസസ്സിന്റെ ഒരു കുഞ്ഞ് എലമെന്റ് എടുത്തിട്ട് ആ കുഞ്ഞ് എലമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ കുഞ്ഞ് എലമെന്റിലെ ds ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എലമെന്റിനോട് ആ കുഞ്ഞ് എലമെന്റ് ഇർറിവേഴ്സിബിളിനകത്തോട് കുഞ്ഞ് എലമെന്റ് അതുമായിട്ട് കറസ്പോണ്ടിങ് ആയ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും വരുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ് നമ്മൾ അസ്യൂം ചെയ്താൽ ആ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ds റിവേഴ്സിബിൾ പ്ലസ് sgen എന്നൊരു വാല്യൂ കൂടെ വരും. മനസ്സിലായോ? ds ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സിന് അഗൻസ്റ്റ് ആയിട്ട് ഉള്ള ഒരു റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ds റിവേഴ്സിബിൾ പ്ലസ് സം sgen. അതാണ് നമ്മുടെ ഇർറിവേഴ്സിബിൾ പ്രോസസ്സിന് എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. കുറച്ച് ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ, ഫോർ ഇർറിവേഴ്സിബിൾ സിസ്റ്റം നമുക്ക് എന്ത് പറയാം? del q by t ഫോർ ഇറിവേഴ്സിബിൾ അല്ല, വെട്ടിയേക്കുന്നുണ്ടോ? ഇറിവേഴ്സിബിൾ അല്ല, ഞാൻ മനഃപൂർവ്വം എഴുതി വെട്ടിയാണ്. ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ പ്രോസസ്. എന്ത് റിവേഴ്സിബിൾ പ്രോസസ്? ആ രണ്ട് ഇനിഷ്യൽ പോയിന്റ്സ്, ഇനിഷ്യലും ഫൈനലും പോയിന്റ്സ്, ആ രണ്ട് ഇനിഷ്യലും ഫൈനലും പോയിന്റ്സിൽ വരുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഉണ്ടാവുന്ന del q by t പ്ലസ് sgen. sgen എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കോസ് മിക്സിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ റിവേഴ്സിബിൾ പ്രോസസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എക്സ്ട്രാ നടക്കും റിവേഴ്സിബിളിനേക്കാളും. അപ്പം അങ്ങനെയുള്ള എല്ലാം കൊണ്ട് കുറച്ച് എൻട്രോപ്പി ജനറേറ്റ് ആവും സിസ്റ്റത്തിനകത്ത്, ഇറിവേഴ്സിബിളിനകത്ത്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് സാധനം ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറിവേഴ്സിബിളും റിവേഴ്സിബിളും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാൻ പറ്റും. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിളിനകത്തുള്ള എൻട്രോപ്പി പ്ലസ് sgen, എത്ര ഓർത്താൽ മതി. ആൻഡ് ഈ sgen എന്ന് പറഞ്ഞാൽ പാത്ത് ഫംഗ്ഷൻ ആണ്, അത് എപ്പോഴും പോസിറ്റീവും ആയിരിക്കും. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമുക്കിത്
ഒന്ന് ഇന്റഗ്രൽ ഫോമിലും കൂടെ എഴുതി നോക്കാം. ഇന്റഗ്രൽ ഫോം എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ് ഉണ്ട്. ഇത് S1, ഇത് S2. CS ഡയഗ്രാമില്. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ പാത്ത് ആണല്ലോ, ഇറിവേഴ്സിബിൾ പാത്ത് ആണ്. അപ്പം ഈ ഇറിവേഴ്സിബിൾ പാത്തിനകത്തുള്ള ഡെൽറ്റ എസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഡെൽറ്റ എസ് ഇറിവേഴ്സിബിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ ഇതിനിടയ്ക്ക് ഒരു റിവേഴ്സിബിൾ പാത്ത് അസ്യൂം ചെയ്യണം. അത് ഇങ്ങനെ അസ്യൂം ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ അസ്യൂം ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റിനെ അസ്യൂം ചെയ്യാം. കാരണം എങ്ങനെ ചെയ്താലും ആ റിവേഴ്സിബിൾ പാത്തിനകത്ത് ആ സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ ഡെൽറ്റ എസ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എസ് റിവേഴ്സിബിൾ പ്ലസ് സം എൻട്രോപ്പി ജനറേഷൻ. മനസ്സിലായോ? അതാണ് സംഭവം. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ആസ്പെക്ടിനോട് പറഞ്ഞു നോക്കാം. എന്താ? ഹീറ്റ് സിസ്റ്റത്തിന് കിട്ടുമോ? ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഹീറ്റ് സിസ്റ്റത്തിന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴെന്ന് സംഭവിക്കും? ഈ പറയുന്ന del Q by T എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Sgen എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി del Q നെഗറ്റീവ് ആവുന്ന കേസിൽ, അതായത് ഹീറ്റ് പുറത്തു പോവാം, ആ കേസിൽ ഈ സാധനം നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് വാല്യൂ നല്ല കൂടുതലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഈ Sgen ആണ് നല്ല കൂടുതലെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും എൻട്രോപ്പി ചേഞ്ച്. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവിടെ എൻട്രോപ്പി ചേഞ്ച് 0 ആവാം. അപ്പം പോസിറ്റീവോ നെഗറ്റീവോ 0 ആവാം. എന്തിന്റെ കേസിൽ? ഇറിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത്. മറ്റേടത്താണെങ്കിലോ ഹീറ്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെന്ന് പറയാൻ പറ്റും? നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ 0 ആവാൻ പറ്റും. ഇനി അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിലോ ഹീറ്റ് ഒന്നും മാറുന്നില്ലെങ്കിലോ, ബട്ട് സ്റ്റിൽ ഈ Sgen ഉണ്ട്, അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് DS ഗ്രേറ്റർ ദാൻ 0 തന്നെ ആയിരിക്കും. അപ്പം ഈ 3 പോയിന്റ്സും ഓർത്ത് വെച്ചേക്കുക. റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ഇറിവേഴ്സിബിളിന്റെ കേസിൽ ഈസി ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇത് എപ്പോഴും പോസിറ്റീവ് ആണ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ എൻട്രോപ്പി ചേഞ്ച്. ഇനി എൻട്രോപ്പി ചേഞ്ച് ഫോർ യൂണിവേഴ്സ് എന്താ? എൻട്രോപ്പി ചേഞ്ച് ഫോർ യൂണിവേഴ്സ് തന്നെ ഒന്നുമില്ല, എൻട്രോപ്പി ചേഞ്ച് ഫോർ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഫോർ സറൗണ്ടിങ്സ്, രണ്ടും കൂടെ ചേരുന്നതാണ് എൻട്രോപ്പി ചേഞ്ച് ഫോർ യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ DS യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? del Q by T ഓഫ് യൂണിവേഴ്സ്, കംപ്ലീറ്റ് യൂണിവേഴ്സിലുള്ള del Q by T പ്ലസ് Sgen. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ? del Q by T ഇങ്ങോട്ട് വന്നപ്പോൾ അത് പോസിറ്റീവായി, പക്ഷെ സറൗണ്ടിങ്സ് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആണ്. അപ്പോൾ സറൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും കൂടെ ഒരുമിച്ച് നോക്കി യൂണിവേഴ്സൽ ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇരിക്കുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലല്ലോ, അതിന് ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കാരണം ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും രണ്ടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ട് എൻട്രോപ്പി ട്രാൻസ്ഫർ ഉണ്ടാവാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ എൻട്രോപ്പി കൂടാം, ഇവിടുത്തെ എൻട്രോപ്പി കുറയാം. തിരിച്ചാണെങ്കിലും ഇവിടുത്തെ എൻട്രോപ്പി കുറയാം, ഇവിടുത്തെ എൻട്രോപ്പി കൂടാം, അങ്ങനെ നമുക്ക് വരാൻ പറ്റും. പക്ഷേ ഇത് മൊത്തം ഒരു സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇത് ഫുൾ ഇന്റേണൽ ട്രാൻസ്ഫർ അല്ലേ നടക്കുക. ഇവിടെ എവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇരിക്കുന്നു? അപ്പം del Q by T for whole universe will be always 0. ഓക്കെ, അപ്പം ആ ഒരു റിവേഴ്സിബിൾ പ്രോസസ് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ പ്ലസ് Sgen ആണ് അല്ലേ? അപ്പൊ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ del Q by T യൂണിവേഴ്സ് 0 ആയിരിക്കും, DS യൂണിവേഴ്സും 0 ആയിരിക്കും. പക്ഷേ ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോഴോ del Q by T യൂണിവേഴ്സ് അപ്പോഴും 0 തന്നെയായിരിക്കും. കാരണം സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ പുറമേ നോക്കുമ്പോഴത്തേക്ക്, അതായത് രണ്ടും ഒന്നാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല, മൊത്തം ഒന്നും സിസ്റ്റത്തിന് നടക്കുന്ന കാര്യം. പക്ഷേ Sgen അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് DS യൂണിവേഴ്സ് Sgen ആയിരിക്കും, റിവേഴ്സിബിൾ പ്രോസസ്സിന് DS യൂണിവേഴ്സ് 0 ആയിരിക്കും. അപ്പോൾ DS യൂണിവേഴ്സ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, will be equal to 0 for reversible process, positive for irreversible process. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എപ്പോഴും യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയാൻ വേണ്ടി പറ്റും. Because most of the processes in the world are reversible. ഈ ലോകത്തുള്ള എല്ലാ പ്രോസസ്സുകളും റിവേഴ്സിബിൾ ആയിരുന്ന ഒരു കേസ് ആലോചിച്ചാൽ
നമുക്ക് എന്താ പറയാൻ പറ്റും? എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് സീറോ എന്ന് പറയാൻ പറ്റും. കാരണം ആ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ട് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സറൗണ്ടിൽ നിന്ന് സിസ്റ്റത്തിലോട്ട് കിട്ടുന്ന എൻട്രോപ്പി. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? അതാണ് സംഭവം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി എന്നുകൂടി പറയാറുണ്ട്. കാരണം ഈ എൻട്രോപ്പി ജനറേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് എനർജി എപ്പോഴും ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹൈ ഗ്രേഡ് എനർജി ലോ ഗ്രേഡ് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ റാൻഡംനെസ് ഉള്ള എനർജിയെ നമ്മൾ ലോ ഗ്രേഡ് എനർജി എന്ന് വിളിക്കുന്നു. റാൻഡംനെസ് കുറഞ്ഞ എനർജീസിനെ നമ്മൾ ഹൈ ഗ്രേഡ് എനർജി എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് വർക്ക് ഈസ് എ ഹൈ ഗ്രേഡ് എനർജി, ഹീറ്റ് ഈസ് എ ലോ ഗ്രേഡ് എനർജി. ഓക്കെ, മനസ്സിലായോ? അപ്പം എൻട്രോപ്പി ചേഞ്ച് ഫോർ യൂണിവേഴ്സ് നമ്മൾ എന്തൊക്കെ പഠിച്ച് ഇത്തിരി ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് പിറകോട്ട് വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിക്കോ ടൈം ഉണ്ടെങ്കിൽ. ബിക്കോസ് ഇത് നമ്മുടെ നല്ല ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ പറ്റുന്ന അത്രയും നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തലോട്ട് പോകാം. ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് ടി എസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡെൽ ക്യൂ എന്ന് പറഞ്ഞാൽ ടി ഡി എസ് ആണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 to ടി ഡി എസ് ആണ്. ഏരിയ ഓഫ് ടി എസ് ഡയഗ്രാം ആണ്. വി നോ ദാറ്റ്. അത് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം ടി ഡി എസ് ആണ്. നമുക്ക് ഡെൽ ക്യൂ എന്ന് പറഞ്ഞാൽ ടി ഡി എസ് ആണ്. നമുക്ക് മനസ്സിലായാലും ഇത് ടി ഡി എസ് ആണ് നമുക്ക് മനസ്സിലായാലും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലോനെയും സെക്കൻഡ് ലോനെയും ഒന്ന് കൺവേർട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാ? ഓപ്പൺ സിസ്റ്റം അല്ല ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ ഡെൽ ക്യൂ, ഇത് ഡെൽ ക്യൂ ആണെന്ന് ചോദിക്കും. ഡെൽ ക്യൂ ഈസ് ഈക്വൽ ഡി യു പ്ലസ് പി ഡി വി. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ ഡെൽ ക്യൂ ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് പി ഡി വി. സോറി, ഡി എച്ച് മൈനസ് വി ഡി പി. ഇത് അവിടുത്തെ വർക്ക്, ഇത് ക്ലോസ് സിസ്റ്റം വർക്ക്, ഇത് ക്ലോസ് സിസ്റ്റം വർക്ക്, ഇത് ഓപ്പൺ സിസ്റ്റം വർക്ക്. മൈനസ് വി ഡി പി ഓപ്പൺ സിസ്റ്റം വർക്ക്, പി ഡി വി ക്ലോസ് സിസ്റ്റം വർക്ക്. അപ്പം ഇപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഈ ഡെൽ ക്യൂ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡി യു പ്ലസ് പി ഡി വി എന്നും ഡെൽ ക്യൂ എന്ന് പറഞ്ഞ സാധനം ഡി എച്ച് മൈനസ് വി ഡി പി എന്നും നമുക്ക് ഓൾറെഡി പറയാം. കാരണം ഹീറ്റും വർക്കും ട്രാൻസ്ഫർ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഡെൽ ക്യൂനെ നമുക്ക് എന്ത് വിളിക്കാം? ടി ഡി എസ് എന്ന് വിളിക്കാം, ഫോർ റിവേഴ്സിബിൾ പ്രോസസ്. അതേപോലെ ഇവിടെ നമുക്ക് ടി ഡി എസ് എന്ന് വിളിക്കാം, ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ എന്ത് സംഭവിക്കും? ടി ഡി എസ് ഡി യു പ്ലസ് പി ഡി വി. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഹീറ്റും ഇത് വർക്കുമാണ്. അതുപോലെ ഓപ്പൺ സിസ്റ്റം ആണെങ്കിലോ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, വി ഡി പി മൈനസ് വി ഡി പി എന്ന് പറഞ്ഞാൽ വർക്കാണ്. So TD is equal to DH minus VDP. പക്ഷേ these equations are valid for both reversible and irreversible process. അതെന്തുകൊണ്ടാ both reversible and irreversible process വാലിഡ് ആണെന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻസ് ആണ് ഞാൻ വാലിഡ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല ഹീറ്റും ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് വർക്ക്, അല്ലെങ്കിൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വർക്ക്, അല്ല ഡി എച്ച് എന്തുവാ വർക്ക്, ഹീറ്റ് എൻതാൽപ്പിയും വർക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഇക്വേഷൻ മാത്തമാറ്റിക്കലി ഈ റിലേഷൻസ് മാത്രമാണ് അവിടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നത്. ഇൻ റിവേഴ്സിബിൾ പ്രോസസ് TDS becomes heat transfer. PdV minus VdP becomes work for closed and open systems respectively. ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോഴോ these equations are valid. അപ്പോഴും ഈ ഇക്വേഷൻസിന് വാലിഡിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻ, ജസ്റ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻസ് ആയിട്ട് തന്നെ കാണുക. But the terms don't signify heat or work in the process. സോ അത് മനസ്സിലാക്കണം. അത് കൂടുതൽ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി നിൽക്കേണ്ട. മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ. റിവേഴ്സിബിളിനും ഇറിവേഴ്സിബിൾ പ്രോസസ്സിനും ഈ രണ്ട് ഇക്വേഷൻസും എപ്പോഴും ആപ്ലിക്കബിൾ ആണ്. റിവേഴ്സിബിളിന്റെ കേസിൽ പക്ഷേ TDS എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, PdV എന്ന് പറഞ്ഞാൽ ക്ലോസ് സിസ്റ്റം വർക്കാണ്, മൈനസ് VdP എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം വർക്കാണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും ഈ രണ്ട് ഇക്വേഷൻസും വാലിഡ് ആണ്. പക്ഷേ TDS എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറോ PdV എന്ന് പറഞ്ഞാൽ ക്ലോസ് സിസ്റ്റം വർക്കോ മൈനസ് VdP എന്ന് ഓപ്പൺ സിസ്റ്റം വർക്കോ ഒന്നുമല്ല. അതെല്ലാം ജസ്റ്റ് മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവം വർക്കൗട്ട് ആവും, ഈ ഒരു കൺസെപ്റ്റ് വർക്കൗട്ട് ആവും, ഈ മാത്തമാറ്റിക്സ് വർക്കൗട്ട് ആവും, ജസ്റ്റ് മാത്സ് പ്യുവർ മാത്സിൽ വർക്കൗട്ട് ആവും എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് കമ്പൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. TDS is equal to du plus PdV and TDS is equal to dH minus VdP. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ രണ്ട് ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഇറിവേഴ്സിബിളിലല്ല, റിവേഴ്സിബിൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഐസോബാറിക് പ്രോസസും ഐസോകോറിക് പ്രോസസും TS ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് തെർമോഡൈനാമിക്സ് തന്നെ.
അത് നമ്മൾ രണ്ടും ഇങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷെ രണ്ടിന്റെ സ്ലോപ്പുകളാണ് നമ്മൾ പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അത് ടി എസ് ഡയഗ്രത്തിലുള്ള സ്ലോപ്പാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് പി കോൺസ്റ്റന്റ്, ഇത് വി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ വിളിക്കാം? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എക്സ് വൈ ഉണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി എസ് ആണ്. ഡി ടി ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ഈ ബ്രാക്കറ്റ് ഇട്ട് വോളിയം താഴെ നമ്മൾ കാണിക്കുന്നത്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ഈ കർവിന്റെ സ്ലോപ്പ്. അതേപോലെ ഈ കർവിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ പി സെക്കൻഡ് കോൺസ്റ്റന്റ് പറയുന്ന കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് പി ആണ്. ഈ രണ്ടും നമുക്ക് ഈ ഇക്വേഷൻസിൽ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം? ഈ പറയുന്ന ടി ഡി സിക്കൽ ഡി യു പ്ലസ് പി ഡി ബി, ടി ഡി സിക്കൽ ഡി എച്ച് മൈനസ് പി ഡി ബി, രണ്ട് ഇക്വേഷൻസിനെ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം? അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്ത് സംഭവിക്കും? ഈ കേസിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഡി വി എന്ന് പറഞ്ഞ സാധനം 0 ആയിരിക്കില്ലേ? കോൺസ്റ്റന്റ് വോളിയം അല്ലേ? അപ്പൊ ടി ഡി എസ് ഇസ് ഫുൾ ഡി യു ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? ടി ഡി എസ് ഇസിക്കൽ ടു ഡി യു നമുക്ക് പറയാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ടി ഡി എസ് ഇസിക്കൽ ടു ഡി യു. ഡി യു എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം സി വി ഡി ടി ആണ്. ഈ സി വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ സി വി എന്ന് പറഞ്ഞാൽ എം സി വി ഡി ടി ആണ്. എം സി വി ഡി ടിക്ക് അത് എം സി കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. സ്മോൾ സി, ക്യാപിറ്റൽ സി ഹീറ്റ് കപ്പാസിറ്റി. എം സി വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സി വി നമുക്ക് എഴുതാൻ പറ്റും. അത് ഇൻറ്റു ഡി ടി നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ എഴുതിയേക്കുന്ന സാധനം. ഓക്കെ, ടി ഡി എസ് ഇസിക്കൽ ടു ഡി യു ഇസിക്കൽ ടു സി വി ഡി ടി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡി ടി ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ബിക്കോസ് വൈ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് വോളിയം, ബിക്കോസ് നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിന്റെ സംഭവം അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഡി വി 0 ആയി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഡി ടി ബൈ ഡി എസ് ഒരു കോൺസ്റ്റന്റ് വോളിയം എഴുതാൻ പറ്റും. അതിന് നമുക്ക് ടി ഡിവൈഡഡ് ബൈ സി വി എന്ന് എഴുതാൻ പറ്റും. അപ്പം ടി ടി ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ സി വി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ക്യൂ മൊത്തം എന്തായിട്ട് മാറും? ഇന്റർണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്യൂ എന്ന് പറഞ്ഞാൽ ടി ഡി എസ് ആണ്, ഡി യു എന്ന് പറഞ്ഞാൽ സി വി ഡി ടി ആണ്. അപ്പൊ അങ്ങനെ ഇത് രണ്ടു പറയുമെങ്കിൽ നമുക്ക് ഡി എസ് ബൈ ഡി ടി കോൺസ്റ്റന്റ് വോളിയം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ സ്വയമേവ ഇത് നോക്കാതെ തന്നെ ഈ പറയുന്ന സ്ലോപ്പ് വന്നിട്ട് ഡി ടി ബൈ ഡി എസ് കോൺസ്റ്റന്റ് ടി കണ്ടുപിടിക്കാൻ പറ്റും നോക്കി ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് എന്ത് പറയാം? ഡി പി ഇവിടെ 0 ആണ്. അപ്പം ടി ഡി എസ് ഡി എച്ച് ആണ്. ടി ഡി എസ് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ആ പറഞ്ഞ ടി ഡി എസ് മൊത്തം ഡി എച്ച് ആയിട്ട് മാറും. ഡി എച്ച് എന്ന് പറഞ്ഞാൽ സി പി ഡി ടി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇത് എങ്ങനെ വരുന്നു. നമ്മൾ സി വി പ്ലസ് ആറ് എം ആർ എന്ന് വന്നിട്ട് ഒരുമിച്ച് എടുത്തിട്ട് ചെയ്ത് നമ്മൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ സി പി ഡി ടി ആണ്. അപ്പൊ നമുക്ക് ഡി ടി ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് ടിനെ ടി ഡിവൈഡ് ബൈ സി പി എന്ന് വിളിക്കും. അപ്പം ഈ രണ്ട് ഇക്വേഷൻസിനകത്ത് ഡി വിയും ഡി പിയും 0 ആക്കി എടുത്താൽ നമുക്ക് നമ്മുടെ സ്ലോപ്പ് കൃത്യമായിട്ട് കിട്ടും. രണ്ട് കേസിലും, പി കോൺസ്റ്റന്റ് ആവുന്ന കേസിലും വി കോൺസ്റ്റന്റ് ആവുന്ന കേസിലും രണ്ട് സ്ലോപ്പുകളുടെ വാല്യൂ ഒന്ന് ടി ഡിവൈഡ് ബൈ സി വി എന്നും ഒന്ന് ടി ഡിവൈഡ് ബൈ സി പി എന്നും. ഇവിടെയും സി പി എന്ന് പറഞ്ഞാൽ എം സ്മോൾ സി പി ആണ് ഫുൾ സി പി ആയിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. അത് ഓർക്കുക. സ്പെസിഫിക് ഹീറ്റ് അല്ല, ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് അല്ല, വെറും ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി at a constant volume. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള കുറേ നമ്മൾ ഇനി അങ്ങോട്ട് കുറേ ഇക്വേഷൻ ബേസിൽ പോവാം. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം. ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഫുൾ എൻട്രോപ്പി ചാർട്ടാണ്. എൻട്രോപ്പിയോട് എൻട്രോപ്പിയാണ് ഞാൻ കൊണ്ട് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പല പല കേസുകളിൽ എങ്ങനെ എൻട്രോപ്പികൾ കണ്ടുപിടിക്കാം. ഓക്കെ, ചെയ്തു നോക്കാം. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എൻട്രോപ്പി ചേഞ്ചും വരാറുണ്ട്, സറൗണ്ടിങ് എൻട്രോപ്പി ചേഞ്ചും വരാറുണ്ട്. സിസ്റ്റം എൻട്രോപ്പി ചേഞ്ചിൽ നമുക്ക് ഫൈനൈറ്റ് ബോഡി എന്നും ഐഡിയൽ ഗ്യാസ് എന്നും നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഫൈനൈറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ലിക്വിഡോ സോളിഡോ, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്. അതുപോലെ തന്നെ സറൗണ്ടിങ്ങിന് എൻട്രോപ്പി ചേഞ്ച് കൂടുതൽ വരുന്നത് സോഴ്സിൽ നിന്നും സിങ്കിൽ നിന്നുമാണ്. ബിക്കോസ് സിസ്റ്റമാണ്. ഒരു ഹീറ്റ് എഞ്ചിൻ എടുത്താലോ ഒരു റെഫ്രിജറേഷൻ എടുത്താലോ എവനാണ് സിസ്റ്റം? ഇതാണ് സിസ്റ്റം. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സും സിങ്കും. സോഴ്സിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, സോഴ്സിലെ സിങ്കിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. ഇവിടെ തിരിച്ച് ലോ ടെമ്പറേച്ചർ എടുത്തിട്ട് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നു വിത്ത് സം വർക്ക്. ഇവിടെ സം വർക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് കിട്ടും. അതാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ്. അപ്പോൾ സറൗണ്ടിങ് ആണ് സോഴ്സും സിങ്കും. സോഴ്സിനും സിങ്കിനും എങ്ങനെയാണ് എൻട്രോപ്പി കണ്ടുപിടിക്കുന്നത്? ഫൈനൈറ്റ് ബോഡിക്ക് എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐഡിയൽ ഗ്യാസ് എങ്ങനെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറഞ്ഞ ഡി എസ് ഇസ് ഈക്വൽ ടു ടി ഡി എസ് അല്ല സോറി ഡി എസ് ഇസ് ഈക്വൽ ടു
ഡെൽ ക്യൂ ബൈ ടി ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോരെ? ഓഫ്കോഴ്സ് ഇങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്ന പാർട്ടും ഇതിന്റെ മാത്തമാറ്റിക്സ് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിപ്പം ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും MCQ ബേസ്ഡ് എല്ലാ എക്സാംസും അങ്ങനെ തന്നെയാണ്. ഗേറ്റ് ആണെങ്കിലും PSC ആണെങ്കിലും SSC ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ ഫൈനൈറ്റ് ബോഡി. ഒരു ഫൈനൈറ്റ് ബോഡി കൺസിഡർ ചെയ്യുക. ഫൈനൈറ്റ് ബോഡിക്ക് ആദ്യമേ ഒരു TI ടെമ്പറേച്ചർ ഉണ്ട്. ഒരു 100 ഡിഗ്രിയോ 700 ഡിഗ്രിയോ എത്ര വെച്ചാൽ ഉണ്ട്. കുറെ നേരം കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞത് TFലോട്ട് വന്ന് എത്തി ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് വിചാരിക്കുക. TF അല്ലെങ്കിൽ T ഫൈനൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച്, ഇവിടുത്തെ എൻട്രോപ്പി, അതായത് ഈ ഒരു സ്റ്റേറ്റിലെ എൻട്രോപ്പി S1 ഈ ഒരു എൻട്രോപ്പി സ്റ്റേറ്റിലെ എൻട്രോപ്പി S2 ആണെങ്കിൽ S2 മൈനസ് S1 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MC. ഇവിടെ CP അല്ല CV അല്ല, ഇത് ഫൈനൈറ്റ് ബോഡിയാണ്, ഇത് ഫ്ലൂയിഡ് ആണ്. ഇത് ലിക്വിഡ് ആണ് അല്ലെങ്കിൽ സോളിഡ് ആണ്. ഇതിനകത്ത് CP എന്നും CV എന്നും വേരിയേഷൻ ഇല്ല. അറ്റ് കോൺസ്റ്റന്റ് വോളിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് വേരിയേഷൻ ഇല്ല. ജസ്റ്റ് C. അപ്പം MC LN ഫൈനൽ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചർ. അതാണ് ഈ പറയുന്ന S2 മൈനസ് S1 ന്റെ വാല്യൂ. MC LN ഫൈനൽ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. MC LN TF ഡിവൈഡ് ബൈ TI. ഓക്കെ, ഇനി ഐഡിയൽ ഗ്യാസിന്റെ കേസ്, നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്ക് 3 ഫോർമുലാസ് കിട്ടും. ഐഡിയൽ ഗ്യാസ് ഒരു PV ചാർട്ടിൽ 1 നിന്ന് 2 വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് S2 മൈനസ് S1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് CPയും R തന്നിരിക്കുന്ന കേസ് ഉണ്ടാവും, ചിലപ്പോൾ CVയും R തന്നിരിക്കുന്ന കേസ് ഉണ്ടാവും, ചിലപ്പോൾ CVയും CPയും തന്നിരിക്കുന്ന കേസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് പല രീതിയിൽ അത് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരാം. ഓക്കെ, ചില സമയത്ത് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ആയിരിക്കും തന്നിരിക്കുക, ചില സമയത്ത് പ്രഷറിന്റെ വേരിയേഷൻ ആയിരിക്കും, ചിലപ്പോൾ പ്രഷറും വോളിയം ടെമ്പറേച്ചർ തരത്തില്ല. അങ്ങനെയുള്ള പല കേസുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ 3 ഇക്വേഷൻസ്. ഓക്കെ, എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. CPയും R ഉള്ള കേസ്, CVയും R ഉള്ള കേസ്, അതേപോലെ തന്നെ CVയും CP ഉള്ള കേസ്. ഓക്കെ, എന്നൂടെ പറയാം. CPയും R ഉള്ള കേസ്, CVയും R ഉള്ള കേസ്, CPയും CVയും ഉള്ള കേസ്. ഓക്കെ, അപ്പോൾ CPയും R ഉള്ള കേസ് ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ടിൽ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനും കുഴപ്പമില്ല. ഈ രണ്ട് കേസിലും നമ്മൾ CP അല്ലെങ്കിൽ CV വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതും വെറും CP അല്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? അപ്പം S2 മൈനസ് S1 നമ്മൾ എഴുതാൻ പോണത് ഫസ്റ്റ് കേസിൽ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? MCP LN ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? ഈ CPക്ക് പകരം C ആണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെയാണത്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ അത് തന്നെയാണ് ഇവിടെയും. MCP LN T2 മൈനസ് T1. ഓക്കെ, ഇനി CP ആണെങ്കിൽ പിയുടെ പ്രത്യേകത എന്താ? ഇങ്ങനെ ഒരു വര, ഒരു സർക്കിൾ, അങ്ങനെയല്ലേ P ചെയ്യുന്നത്? ഒരു വരയേ ഉള്ളൂ, അതുകൊണ്ട് മൈനസ് ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് MR LN ഈ CP എഴുതി വെക്കുന്നുണ്ട് P2 ബൈ P1. അതാണ് ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ നമുക്ക് CVയും R തന്നിട്ടുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്. MCV LN ഈ CVയുടെയും CPയുടെയും കൂടെ എപ്പോഴും T2 ബൈ T1 ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ T2 ബൈ T1. ഓക്കെ, ഇവിടെ ഉണ്ടോ V അല്ലേ? CV അല്ലേ? V എന്ന് പറഞ്ഞാൽ രണ്ട് വരയുണ്ട്, രണ്ട് വര തന്നെ പ്ലസ് പോലെയാണ്, ഒരു വര വേറൊരു വര. അപ്പോൾ പ്ലസ് MR LN ഈ CV ആണെന്നുണ്ടെങ്കിൽ V2 ബൈ V1 വരും. ഓക്കെ അല്ലേ? അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ കൂടെ പഠിക്കാം. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CPയും CVയും തരുന്ന കേസ്. അവിടെ നമുക്ക് CP വേണമെങ്കിൽ അത് എഴുതാം, CV വേണമെങ്കിൽ അത് എഴുതാം, നോ പ്രോബ്ലം. അവിടെയും നമുക്ക് പ്ലസ് തന്നെയാണ് വരുന്നത്, അത് ഓർക്കണം. CVയും CPയും വരുമ്പോഴും പ്ലസ് തന്നെ വരുന്നത്. MCV ആദ്യം എഴുതിയ LN P2 ബൈ P1 പ്ലസ് MCP LN V2 ബൈ V1. എന്താണോ എഴുതുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. എഴുതേണ്ട സാധനം അല്ല വരുന്നത്. ഇവിടെ ഈ സാധനം P എഴുതി, ഇവിടെയും P തന്നെ വന്ന്, ഇവിടെ V എഴുതി, ഇവിടെയും V തന്നെ വന്നു. പക്ഷെ ഇവിടെ V എഴുതിയപ്പോൾ V ഇവിടെ വന്നത്, P എഴുതിയപ്പോൾ P ഇവിടെ വന്നത്. അത് ഓർക്കുക. ഓക്കെ.
അങ്ങനെയാണ് നമ്മൾ ആ ഐഡിയൽ ഗ്യാസിന്റെ 3 ഇക്വേഷൻസ് പഠിക്കുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം ഫൈനൈറ്റ് ബോഡി mCl/TF/Pi, ഐഡിയൽ ഗ്യാസിന്റെ 3 ഇക്വേഷൻ, CPയിലും Rലും ഒരു ഇക്വേഷൻ ഉണ്ട്, PVയിലും Rലും ഒരു ഇക്വേഷൻ ഉണ്ട്, CVയിലും CPയിലും ഒരു ഇക്വേഷൻ ഉണ്ട്. മൂന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് സോഴ്സിലും സിങ്കിലെയുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സോഴ്സിലും സിങ്കിലും വ്യത്യാസം മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ പണ്ട് പഠിച്ച അതേ സാധനം, പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ പഠിച്ച അതേ സാധനം, ΔQ/T. ഇത് തന്നെയാണ് സാധനം. പക്ഷെ ഇവിടെ നമ്മൾ സോഴ്സിനെ സിങ്കിനെയൊക്കെ നമ്മൾ സിസ്റ്റം പോലെ ട്രീറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഞാനിപ്പം എനിക്ക് ഇതൊരു റിസർവോയർ ആണ്. ഈ റിസർവോയറിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? റിസർവോയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കേസിൽ വേണ്ട, ഈ കേസിൽ നിന്ന് ഹീറ്റ് പോവുക. ഹീറ്റ് പോകുമ്പോൾ ഈ TI TF ആയിട്ട് മാറും. TI TF ആയിട്ട് മാറും. പക്ഷേ റിസർവോയറിൽ നമ്മൾ ഹീറ്റ് എടുത്താലും അതിന്റെ ടെമ്പറേച്ചർ മാറില്ല. ഹൈ CP വാല്യൂ ആയിരിക്കും അതിന്, അല്ലെങ്കിൽ ഹൈ C വാല്യൂ ആയിരിക്കും അതിന്. ഓക്കെ, ഈ പറയുന്ന സിങ്ക്, ഇത് റിസർവോയർ, എത്ര ഹീറ്റ് ഇങ്ങോട്ട് കൊടുത്താലും ഇതിന്റെ ടെമ്പറേച്ചർ മാറില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അവിടുത്തെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ΔQ/T നമ്മൾ അങ്ങ് എഴുതും. ഒരു വലിയ Q വാല്യൂ ആണെന്നും Q/T എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നതെങ്കിൽ മൈനസ്. ഒരു സിസ്റ്റം എന്ന് വിചാരിക്കും, ഒരു സിസ്റ്റത്തിനകന്ന് പുറത്തോട്ട് ഹീറ്റ് വന്ന് നമ്മൾ മൈനസ് പറയും, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുത്ത് നമ്മൾ പോസിറ്റീവ് എന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സിങ്കിന്റെ കേസിൽ സിസ്റ്റത്തിലോട്ട് സിസ്റ്റം, ഈ പറയുന്ന റിസർവോയർ അങ്ങ് സിസ്റ്റം ആയി. ഈ കേസിൽ അങ്ങനെ റിസർവോയർ സിസ്റ്റം ആയിട്ട് നമ്മൾ വിചാരിക്കണം. അപ്പം ഈ പറയുന്ന Tയിലോട്ട് ΔQ അല്ലെങ്കിൽ Q വന്നാൽ നമുക്ക് ഡയറക്റ്റ് Q/T എഴുതാം. ഇവിടെ മൈനസ് ΔQ/T അല്ലെങ്കിൽ മൈനസ് Q/T എന്ന് എഴുതാം. ΔQ വന്നാൽ ΔQ എന്ന് എഴുതണം, Q എന്ന് വന്നാൽ Q എന്ന് എഴുതണം. അപ്പോൾ പുറത്തോട്ട് വന്നാൽ മൈനസ് ΔQ/T, ആ ഒരു സ്ഥാനത്തിലോട്ട് വന്നാൽ ഹീറ്റ് വന്നാൽ, ആ ഒരു ഹീറ്റ് വന്നാൽ ΔQ/T. അങ്ങനെ നമുക്ക് DS സോഴ്സും DS സിങ്കും കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഈ ഒരു സിനാറിയോ നോക്കാം. T1 എന്ന് പറയുന്ന ഒരു ഹീറ്റ് റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല, റിസർവോയർ നിങ്ങൾക്ക് അറിയാം. T2 എന്ന് പറയുന്ന റിസർവോയറിലേക്ക് ഹീറ്റ് Q സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ വെക്കാറുണ്ട്. അത് സിസ്റ്റമായിട്ടും ബാക്കിയുള്ളതെല്ലാം സറൗണ്ടിങ്സ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ ഈ കേസിൽ നമ്മൾ ഈ ഒരു റിസർവോയറിൽ നിന്ന് റിസർവോയറിലേക്ക് പോകുന്ന ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഇൻസുലേറ്റഡ്. ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് പുറത്തു നിന്ന് അകത്തോട്ടോ അകത്തുനിന്ന് പുറത്തോട്ടോ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ സിസ്റ്റം എന്ന് കൺസിഡർ ചെയ്താലും, ഇതിനുള്ളിൽ ഇതിന്റെ പുറത്തോട്ട് നിൽക്കുന്ന ഇന്നർ സിസ്റ്റം കൺസിഡർ ചെയ്താലും, ഇങ്ങനെ സിസ്റ്റം കൺസിഡർ ചെയ്താലും, ഈവൻ മൊത്തത്തിൽ സിസ്റ്റം കൺസിഡർ ചെയ്താലും ഒരു മാറ്റവും ഇല്ല. ഈ സിസ്റ്റം നടക്കുന്ന കാര്യം തന്നെയായിരിക്കും ഇതിന് നടക്കുന്നത്. കാരണം അതിൽ നിന്ന് പുറത്തോട്ടോ അതിൽ നിന്ന് അകത്തോട്ടോ ഒന്നും വരുന്നില്ല. ആക്ച്വലി ഈ ഒരു സിസ്റ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു മഞ്ഞ വര വെച്ച് വരച്ചേക്കുന്ന സാധനം തന്നെയാണ് സിസ്റ്റവും സറൗണ്ടിങ്സും കൂടെ ചേർന്നത്. അതായത് അത് തന്നെയാണ് യൂണിവേഴ്സ്. കാരണം അതിന്റെ പുറത്തോട്ടോ അകത്തോട്ടോ വേറെ ഒരു സംഭവം നടക്കുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് യൂണിവേഴ്സ് തന്നെ വിളിക്കാം. കാരണം ഞാൻ ഈ ഒരു സംഭവം കൺസിഡർ ചെയ്യുന്നതിന് ഇക്വലന്റ് തന്നെയാണ് ഞാൻ വേറൊരു ഇത്രയും വലിയൊരു സാധനം കൺസിഡർ ചെയ്യുന്നത്. ഒരു വ്യത്യാസവും നടക്കത്തില്ല അതിനകത്തോട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഫുൾ യൂണിവേഴ്സ് ആണ് ഇതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആ യൂണിവേഴ്സിന് എൻട്രോപ്പി ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് T1 നിന്ന് ഇങ്ങോട്ട് വരുന്ന Q, ഒന്ന് T2ലോട്ട് കയറി പോകുന്ന Q. രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ΔS1 ഉണ്ട്, ΔS2 ഉണ്ട്. കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. നമ്മൾ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഈ T1 നിന്ന് Q ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? -Q/T1. അത് ഒരു എൻട്രോപ്പി. പ്ലസ് അടുത്തത് T2ലോട്ട് കയറുവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? +Q/T2. ഓക്കെ, +Q/T2. അപ്പോൾ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ ΔS ഓഫ് യൂണിവേഴ്സ്. ഏത് യൂണിവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് Q × 1/T2 - 1/T1 എന്ന് പറഞ്ഞൂടെ? അതായത് Q × T1 - T2 / T1 T2 ആണ് ΔS ഓഫ് യൂണിവേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ΔS യൂണിവേഴ്സിന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ പ്രോസസ്. ഇത് തീർച്ചയായിട്ടും ഇറിവേഴ്സിബിൾ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് ആസ് വെൽ. ബിക്കോസ് T1 നിന്ന് T2ലോട്ട് ഹീറ്റ് എഴുതുന്നത് ഒരു സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിയാണ്. മാത്രമല്ല ഈ ലോട്ട് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കടന്നുകൂടിയല്ല ഇത് വരുന്നത്. ഈ Q T1 നിന്ന് T2ലേക്ക് ഒരു സഡൻ ഫ്ലോ ആണ് നടക്കുന്നത്. T1 ഹൈ ടെമ്പറേച്ചർ, T2 വെരി ലോ ടെമ്പറേച്ചർ. നമ്മൾ കുഞ്ഞു ഒരു തെർമൽ ഇക്വിലിബ്രിയം ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് കൂടെ പോകുന്ന പ്രോസസ്സിനെ മാത്രം നമുക്ക് റിവേഴ്സിബിൾ എന്ന് പറയത്തുള്ളൂ. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് അല്ലാത്തതുകൊണ്ട് തന്നെ ΔS യൂണിവേഴ്സ് ഉണ്ട്. ΔS യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ Q × T1 - T2 / T1 T2. ഓക്കെ,
ഫൈൻ. അതാണ് നമ്മളെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് നോക്കാം. ഈ കൺസെപ്റ്റിലും ഫുൾ ഇൻസുലേറ്റഡ് ആണ്. ഫുൾ ഇൻസുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെയായിരിക്കും യൂണിവേഴ്സും. അതിനുള്ളിൽ, കാരണം ഇതിൽ നിന്ന് പുറത്തോട്ടോ അതിൻ്റെ അകത്തോട്ടോ ഒന്നും ഒരു ഹീറ്റും വരുന്നില്ല, ട്രാൻസ്ഫറും വരുന്നില്ല. അപ്പം സറൗണ്ടിങ്സ് എന്നൊന്നും ഒരു ഹീറ്റ് ട്രാൻസ്ഫർ വരാത്ത സ്ഥിതിക്ക് നമുക്ക് ആ കംപ്ലീറ്റ് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഇൻസുലേറ്റഡ് സാധനം നടക്കുന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതൊരു ഇൻസുലേറ്റഡ് ഒരു ചേമ്പറാണ്. ഈ ചേമ്പറിന്റെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇവിടെ M1 മാസ് ഉണ്ട്, ഒരു ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഇവിടെ C1 ആണ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ്. അടുത്ത T1 എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഒരു ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. ഇത് C1 നമ്മൾ CP1 എന്ന് പറയാത്ത റീസൺ നമുക്ക് ഇതൊരു ഒരു എന്താ പറയാ, ഒരു ഫ്ലൂയിഡ് പോലെ, അതായത് ലിക്വിഡ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ M1 C1 T1, M2 C2 T2. ഓക്കെ ഓക്കെ, ഇനി ഈ പാർട്ടീഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? തീർച്ചയായിട്ടും ഇത് മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് ഇത് T1 ആണെങ്കിൽ, ഈ ഒരു ഗ്യാസ് T1 ആണെങ്കിൽ, ഈ ഒരു ഗ്യാസ് T2 ആണെങ്കിൽ, ഈ T1 ഉം T2 ഉം കൂടെ മിക്സ് ചെയ്ത് അവസാനം നമുക്കൊരു ഫൈനൽ ടെമ്പറേച്ചറിലെത്തും. ആ ടെമ്പറേച്ചർ നമുക്ക് എന്ത് വിളിക്കാം? MC1 T1, M1 C1 T1 പ്ലസ് M2 C2 T2 ഡിവൈഡ് ബൈ M1 C1 പ്ലസ് M2 C2. എങ്ങനെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈനൽ internal energy is equal to sum of total internal energies. Internal energy of 1 plus internal energy of 2 ആണ് ഫൈനൽ വരുന്ന internal energy. നമ്മൾ കൂട്ടി കഴിയുമ്പോൾ M1 C1 T1 plus M2 C2 T2 becomes M1 C1 plus M1 C2 into TF. അത് നമുക്ക് എന്ത് മനസ്സിലാക്കും? TF എന്ന് പറഞ്ഞാൽ M1 C1 T1 plus M2 C2 T2 divided by M1 C1 plus M2 C2. ഇതാണ് TFന്റെ ഇക്വേഷൻ. ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം തന്നെയാണ് ഈ കേസിൽ. അപ്പോൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ M1 C1 ln TF/T1. നമ്മൾ നേരത്തെ പഠിച്ച ഫോമുല തന്നെയാണ്. ഒരു സാധനം കുറഞ്ഞ പോലെ ടെമ്പറേച്ചർ TF-ലോട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് M1 C1 ln TF/T1 പ്ലസ് M2 C2 ln TF/T2. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈ കേസിൽ കിട്ടും. അതും എന്തായിരിക്കും? ഈസ് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് ഇതും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഈ സൈക്കിളിലെ ഡെൽറ്റ എച്ച് യൂണിവേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ പല രീതിയിൽ വേറെ കണ്ടുപിടിച്ച് നമുക്ക് ഒരു സൈക്കിൾ പ്രോസസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്നത് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഹൈ ടെമ്പറേച്ചർ തെർമൽ റിസർവോയർ, ഇത് ലോ ടെമ്പറേച്ചർ തെർമൽ റിസർവോയർ. ഇതിൽ നിന്ന് ഹീറ്റ് എടുത്ത് ഇതിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഒരു നോർമൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ് ഈ പറഞ്ഞേക്കുന്ന സാധനം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഒരു റിവേഴ്സിബിൾ സൈക്കിൾ ആകുമ്പോൾ ഫസ്റ്റ് നമുക്ക് വെറുതെ ഡെൽറ്റ എസ് യൂണിവേഴ്സ് അങ്ങ് എഴുതാം. ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൽറ്റ എസ്, ഇതിൻ്റെ ഡെൽറ്റ എസ്, ഇതിൻ്റെ ഡെൽറ്റ എസ്, 3 ഡെൽറ്റ എസ് ചെയ്യാം. ഡെൽറ്റ എസ് 1, ഡെൽറ്റ എസ് ഓഫ് ഹീറ്റ് എഞ്ചിൻ, ഡെൽറ്റ എസ് 2. ഇതൊരു റിവേഴ്സിബിൾ സൈക്കിൾ ആകുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഡെൽറ്റ എസ് യൂണിവേഴ്സ് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫുൾ റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫുൾ സിസ്റ്റം റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്ന കേസിൽ നമുക്ക് ഡെൽറ്റ എസ് യൂണിവേഴ്സ് 0 ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സൈക്കിളിൽ ഹീറ്റ് എഞ്ചിൻ ഇൻഡിവിജ്വൽ ആയിട്ടും ഡെൽറ്റ എസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം എന്താ വരിക? ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് 1 പ്ലസ് ഡെൽറ്റ എസ് 2 എന്ന് വരും. അത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ് 0 ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ എസ് 1 പ്ലസ് ഡെൽറ്റ എസ് 2 0 ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊരു ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ 2 ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു കൺസെപ്റ്റ് അതായിരിക്കും. ഡെൽറ്റ എസ് ഓഫ് തെർമൽ റിസർവോയർ 1 പ്ലസ് ഡെൽറ്റ എസ് ഓഫ് തെർമൽ റിസർവോയർ 2 0 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Q1 അല്ലേ? Q1 നോക്കട്ടെ, തെർമൽ റിസർവോയർ 1ൽ നിന്ന് പുറത്തോട്ട് പോവാം. പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് Q1 ആണോ? അല്ല, മൈനസ് Q1 ഡിവൈഡ് ബൈ T1 plus Q2 by T2 is equal to 0, or Q2 by T2 is equal to Q1 by T1. ഇത് ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും? ഇത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. Q2 by Q1 is equal to T2 by T1. എവിടെയെങ്കിലും ഇത് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും നമ്മളിത് പഠിച്ചായിട്ട് ഓർമ്മയുണ്ടോ ഈ കൺസെപ്റ്റ്?
പഠിച്ചായിരുന്നു. റിവേഴ്സിബിൾ എഞ്ചിനകത്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ എന്തായിരുന്നു റിവേഴ്സിബിൾ എഞ്ചിനകത്തുള്ള ഇതിന്റെ എഫിഷ്യൻസി എന്താ? ഔട്ട്പുട്ട്, വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ, Q1 ഈസ് ഈക്വൽ ടു Q2 പ്ലസ് വർക്ക് ഈസ് Q1 മൈനസ് Q2. അപ്പോൾ ഇതെന്താവും? Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1, അതായത് 1 മൈനസ് Q2 ബൈ Q1നെ only for reversible case നമ്മൾ എന്ത് പറഞ്ഞ്? 1 മൈനസ് T2 ബൈ T1. അത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായോ? ഫ്രം എൻട്രോപ്പി. ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനകത്ത് ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തത്. അത് വരുന്നത് ഇങ്ങനെയാണ്. ഡെൽറ്റ എസ് യൂണിവേഴ്സ് 0 ആയിരിക്കും ഫോർ എ കംപ്ലീറ്റ് റിവേഴ്സിബിൾ പ്രോസസ്. ആ ഹീറ്റ് എഞ്ചിനകത്ത് കംപ്ലീറ്റ് റിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഡെൽറ്റ എസ് 0 ആയിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട്. പിന്നീട് ഡെൽറ്റ എസ് 1 പ്ലസ് ഡെൽറ്റ എസ് 2 0 ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റ് നോക്കാം. നമ്മളിപ്പം തെർമൽ റിസർവോയറിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൈറ്റ് ബോഡിയാണ് പറയുന്നത്. ഫൈനൈറ്റ് ബോഡിക്കകത്ത് നിന്ന് നമുക്ക് എഞ്ചിൻ മേക്ക് ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് ബോഡിക്കകത്ത് നമുക്കിവിടെ റെഫ്രിജറേറ്റർ നമ്മൾ മേക്ക് ചെയ്ത്. അപ്പോൾ ഫൈനൈറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടെമ്പറേച്ചർ, ഈ T1 എന്ന് പറയുന്ന സാധനം കുറയും, ഹീറ്റ് എടുക്കുമ്പോൾ കുറയും, അത് TF ആയിട്ട് മാറും. T2 എന്നുള്ളത് കുറഞ്ഞ് TF ആയിട്ട് മാറും. അപ്പോൾ ആദ്യം ഇത് T1 ആയിരിക്കും, ഇത് T2 ആയിരിക്കും, ഇത് ഹൈ ആയിരിക്കും, ഇത് ലോ ആയിരിക്കും. പിന്നെ ഇത് വെച്ച് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴേക്ക് രണ്ടും ഫൈനൈറ്റ് ടെമ്പറേച്ചർ ആവും. പിന്നെ Q1 ഉം Q2 ഒഴുകത്തില്ല, എഞ്ചിൻ നിൽക്കും. അതേപോലെ തന്നെ റിവേഴ്സിബിൾ എഞ്ചിനകത്തും അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ റെഫ്രിജറേറ്ററിനകത്ത് സംതിങ് ഡിഫറെന്റ് ഉണ്ട്, അത് നമുക്കപ്പോൾ പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് T1 ൽ നിന്ന് T2 ഹീറ്റ് എഞ്ചിൻ എടുത്തിട്ട് ഹീറ്റ് എഞ്ചിൻ Q2 പുറത്തിടുന്ന കുറച്ച് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ T1 കുറയും, TF ആയിട്ട് മാറുന്നവരെ കുറയും, T2 TF ആയിട്ട് മാറുന്നവരെ കുറഞ്ഞുകൊണ്ടിരിക്കും, അതുവരെ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ കേസിൽ മാക്സിമം വർക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ? അതായത് രണ്ട് ഫൈനൈറ്റ് ബോഡിയിൽ നിന്ന് മാക്സിമം വർക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും? മാക്സിമം വർക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താ? അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ ആയിരിക്കണം, അല്ലേ? സോ റിവേഴ്സിബിൾ സൈക്കിളിൽ വേണം നമ്മളത് ഓപ്പറേറ്റ് ചെയ്യെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് എഞ്ചിന്റെ ഡെൽറ്റ എസ് ഓൾറെഡി 0 ആണ്. ഇവിടുത്തെ ഡെൽറ്റ S1 പ്ലസ് ഡെൽറ്റ S2 ഷുഡ് ബി 0 എങ്കിലേ റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്? നേരത്തെ ഈ പറയുന്ന ഡെൽറ്റ S1 ഉം ഡെൽറ്റ S2 ഉം കൂടെ ഡെൽറ്റ എസ് യൂണിവേഴ്സ് ആണ്. അത് 0 ആണെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയാൻ പറ്റൂ. ഇവിടെ അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഡെൽറ്റ S1 ഡെൽറ്റ S2 നേരത്തെ പറഞ്ഞ കണക്ക് Q ബൈ T ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, ഫൈനൈറ്റ് ബോഡിയുടെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഉപയോഗിക്കണം. MC, ഇത് C ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ കേട്ടോ. ഇത് C ആണെന്ന് വിചാരിക്കുന്നു. ഇതും നമ്മൾ C ആണെന്ന് വിചാരിക്കുന്നു. M മാസ് ആണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് M1 M2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ രണ്ടും ഒരേ മാസമുള്ള രണ്ട് ബോഡി, ഒരേ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ള രണ്ട് ബോഡിയാണ് എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ MC ln TF by T1 പ്ലസ് MC ln TF by T2 എങ്ങനെ വേണമെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് ഓൾറെഡി ഇൻട്രോപ്പിക് ഇക്വേഷൻ അറിയാം. ഷുഡ് ബി ഈക്വൽ ടു 0 എങ്കിൽ റിവേഴ്സിബിൾ സൈക്കിൾ ആവുള്ളൂ. ഡെൽറ്റ എസ് യൂണിവേഴ്സ് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, TF നമുക്ക് അവസാനം കിട്ടുന്ന ഈ രണ്ട് ബോഡിയും വന്ന് നിൽക്കുന്ന TF ഉണ്ടല്ലോ, അത് റൂട്ട് ഓഫ് T1 T2 ആയിരിക്കണം. ആ രീതിയിൽ ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് റിവേഴ്സിബിൾ സൈക്കിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. അതായത് TF ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T2, ജിയോമെട്രിക് മീൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന വർക്ക് മാക്സിന്റെ ഇക്വേഷൻ MCP ഇൻറ്റു റൂട്ട് ഓഫ് T1 മൈനസ് റൂട്ട് ഓഫ് T2 ദ ഹോൾ സ്ക്വയർ. ഇത് പഠിക്കണം. MCP റൂട്ട് ഓഫ് T1 മൈനസ് റൂട്ട് ഓഫ് T2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന വർക്ക് മാക്സിമം. ഈ പറയുന്ന ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ TF റൂട്ട് ഓഫ് T1 T2 ആയിട്ട് ഡിസൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വർക്ക് മാക്സിമം MCP റൂട്ട് ഓഫ് T1 മൈനസ് റൂട്ട് ഓഫ് T2 ദ ഹോൾ സ്ക്വയർ. ഈ കേസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എമ്മും സിയും രണ്ട് ടെമ്പറേച്ചർ സോഴ്സിന്റെയും ടെമ്പറേച്ചർ സിങ്കിന്റെയും, സോഴ്സ് നമുക്ക് എക്സാക്ട്ലി വിളിക്കാൻ പറ്റില്ല, ഫൈനൈറ്റ് ബോഡിയാണ്. സോ ഹീറ്റ് എടുക്കുന്ന സാധനത്തിന്റെയും ഹീറ്റ് കൊടുക്കുന്ന സാധനത്തിന്റെയും എമ്മും സി ഈക്വൽ ആയിരിക്കും. ഓക്കെ,
So TF is equal to root of T1 T2 and Wmax is equal to mCp root of T1 minus root of T2 the whole square. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. n സോഴ്സസും n സിങ്കുകളും സപ്ലൈയും ഹീറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ, കുറേ ഹീറ്റ് എൻജിൻസ്, ഇവിടെ T2 T3 T4 എന്നൊക്കെ നമ്മൾ ഹീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഒരു സീരീസ് ഓഫ് അനദർ റിജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണമാണോ എടുത്തേക്കുന്ന അത്ര എണ്ണത്തിനകത്തോട്ട് റിജക്റ്റും ചെയ്തേക്കുവാണെങ്കിൽ അവിടുത്തെ ടി എഫിന്റെ ഇക്വേഷൻ നമുക്ക് nth റൂട്ട് ഓഫ്, ഇത് n റൂട്ട് അല്ല, nth റൂട്ട് ഓഫ് T1 into T2 into T3 into അങ്ങനെ Tn വരും. എല്ലാത്തിനും ഒരേ മാസും ഒരേ സ്പെസിഫിക് കപ്പാസിറ്റി ആയിരിക്കും, പല ടെമ്പറേച്ചറും ആയിരിക്കും. ആ കേസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ടി എഫ് വെൻ n സോഴ്സിൽ നിന്നും n സിങ്സിലോട്ടും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടി എഫിന്റെ വാല്യൂ n ടു റൂട്ട് ഓഫ് T1 T2 T3 അപ് ടു Tn വരെ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഇക്വേഷൻ ആയിരിക്കും. അങ്ങനെ ഇവിടെ പ്രധാനമായിട്ടും 3 ഇക്വേഷൻ മാത്രമേ പഠിക്കാവുള്ളൂ. ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ സെയിം കേസ് റെഫ്രിജറേറ്ററിലോട്ട് എടുക്കാം. റെഫ്രിജറേറ്റർ നടക്കുന്ന എന്താണ്? രണ്ട് ഫൈനൈറ്റ് ബോഡീസ് ആണ്, റിസർവോയേഴ്സ് അല്ല. T2 നിന്ന് ഹീറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, കുറച്ച് വർക്ക് ചെയ്യുന്നു, അത് T1ലേക്ക് കൊടുക്കുന്നു. T1 ഈസ് ഇൻ ഹൈ ടെമ്പറേച്ചർ ദാൻ T2. ഓക്കെ, നമ്മൾ വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലോട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് കോഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ച കാര്യമാണ്. നേരത്തെ പറഞ്ഞൊക്കെ തന്നെ T2 TF ആയിട്ടല്ല മാറുന്നത്, ഇവിടെ T2F ആയിട്ട് മാറുന്നത്. T1 T1F ആയിട്ടാണ് വന്നത്. ഇവിടെ ഈ കേസിലും അത് പറഞ്ഞുതരാം. T1 ഉം T2 ഞാൻ രണ്ടും TF ആണെന്ന് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന റീസൺ, എനിക്ക് Wmaxന്റെ ഇക്വേഷനും ഈ n സോഴ്സുകൾ ഉണ്ടെങ്കിൽ, n സോഴ്സ് n സിങ്കും ഉണ്ടെങ്കിൽ അതിന്റെ TFന്റെ ഇക്വേഷനും എളുപ്പത്തിൽ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. ആക്ച്വലി ഇത് എപ്പോഴും TF തന്നെ ആവണമെന്നില്ല. ഇത് ഒരു ഇടയ്ക്കുള്ള പ്രോസസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിപ്പം ഈ T2 T2 TF ആവാതെ ഒരു ടെമ്പറേച്ചർ നിൽക്കുന്നത്, T1 കൂടി കുറഞ്ഞു ടെമ്പറേച്ചർ നിൽക്കുന്നത്, ഫുള്ള് തീർന്നിട്ടില്ല. ആ ഒരു സ്റ്റേറ്റിലും നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അവിടെ നമുക്ക് ഈ പറയുന്ന വാല്യൂ ഓഫ് ഇക്വേഷൻ സെയിം ആണ്. അവിടെ ഈ ഒരു സാധനം ചെറിയൊരു മാറ്റം വരും. എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഈ TFന് പകരം നമ്മൾ ഇങ്ങനെ ആവും ഇക്വേഷൻ. എന്താവും? TF1 into TF2. ഈ T1 TF1 ആയിട്ടാണ് മാറുന്ന ആ കേസിൽ, TF ആയിട്ടല്ല മാറുന്നത്. T2 എന്തായിട്ട് മാറുന്നത്? TF2 ആയിട്ട് മാറുന്നത്. അപ്പൊ TF1 into TF2 is equal to T1 T2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ തന്നെ, ഈ ഇക്വേഷനകത്ത് കിട്ടുന്നതാണ് ഇത്. ഈ സെയിം ഇതാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ വർക്ക് മാക്സ് പഠിക്കാനും ഈ TF വെൻ n നമ്പർ ഓഫ് ഫൈനൈറ്റ് ബോഡീസ് പഠിക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ഇവിടെ പറഞ്ഞത്, ഇത് രണ്ടും TFലോട്ട് മാറുന്നു എന്ന് പറഞ്ഞത്. ആ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ TF1 into TF2 എന്ന് പറഞ്ഞാൽ, അതായത് ആ വന്ന് നിൽക്കുന്ന ടെമ്പറേച്ചറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വിൽ ബി ഈക്വൽ ടു ആദ്യം കൊണ്ടാണ് ടെമ്പറേച്ചറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ. ഈ സെയിം സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. T1 T1F ആയിട്ട് മാറുന്നു, T2 T2F ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് വർക്ക് മാക്സിന്റെ ഇക്വേഷൻ പഠിക്കാനില്ല. n നമ്പർ ഓഫ് ഇതിന്റെ സാധനം, n നമ്പർ ഓഫ് സോഴ്സസ് സിങ്കിന്റെയും സാധനം ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ പഠിക്കാൻ പറ്റും. എങ്ങനെയാണ്? mcln TF1 divided by T1 plus mcln TF2 divided by T2 is equal to 0 ആണ്. എൻട്രോപ്പിയും 0 ആവുന്നത്. അപ്പോൾ നമ്മൾ ln എടുത്ത് mc ക്യാൻസൽ ആയി, ln TF1 TF2 divided by T1 T2 is equal to 0. അങ്ങനെ നമുക്ക് TF1 into TF2 is equal to T1 T2 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ ഈ T1 ഉം T2 ഈക്വൽ ആവുന്ന ഒരു സിനാറിയോ നമുക്ക് കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും TF1 ഉം TF2 will be equal to T² എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഇത്രയും കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇനി നമുക്ക് ഓപ്പൺ സിസ്റ്റത്തിലെ കേസ് പഠിക്കാം. ഓപ്പൺ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ടൊന്നുമില്ല. ചേഞ്ച് ഓഫ് എൻട്രോപ്പി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ ദ കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയം എന്താ നമുക്ക് അറിയാം, ഞാൻ വീണ്ടും പടം വരയ്ക്കുന്ന കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എല്ലാ എൻട്രോപ്പികളും, വരുന്ന എൻട്രോപ്പികളുടെ സമ്മേഷൻ. അത് എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് എൻട്രോപ്പി ആണെങ്കിൽ MS എന്ന് പറഞ്ഞാൽ ആ വരുന്ന എൻട്രോപ്പി നമുക്ക് പറയാം, ഒരു മാസ് എൻട്രോപ്പി നമുക്ക് പറയാൻ പറ്റും. അപ്പം എത്രമാത്രം ഇൻലെറ്റിൽ വരുന്നത്, ഇത് മാസ് ഫ്ലോ റേറ്റിന്റെ ഇൻലെറ്റ് ആണ് MI ഡോട്ട് എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ എൻട്രോപ്പി വെച്ച്, അതിന്റെ എൻട്രോപ്പി വെച്ച് മൾട്ടിപ്ലൈ, എൻട്രോപ്പി ഇൻലെറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ എൻട്രോപ്പി എൻട്രിങ് കിട്ടും. അതുപോലെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ലിവിങ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? മാസ് ഫ്ലോ റേറ്റിനെ നമ്മൾ എൻട്രോപ്പി എക്സിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇൻസൈഡ് എൻട്രോപ്പി, ഇത് എൻട്രോപ്പി ഇൻ
മൈനസ് എൻട്രോപ്പി ഔട്ട്. അപ്പോൾ എൻട്രോപ്പി ഇൻ എൻട്രോപ്പി ഔട്ട് എന്തൊക്കെയാണ്? എം ഡോട്ട് ഐ എസ് ഐ എൻട്രോപ്പി ഇൻ സിഗ്മ, അതുപോലെ സിഗ്മ എം ഡോട്ട് ഇ എസ് സി ആണ് എൻട്രോപ്പി ഔട്ട്. അപ്പോൾ എൻട്രോപ്പി ഇൻ മൈനസ് എൻട്രോപ്പി ഔട്ട് പ്ലസ് സിഗ്മ ക്യൂ ബൈ ടി പ്ലസ് എസ് ജെൻ എന്നാണ് നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അതായത് നമ്മൾ എൻട്രോപ്പി ഇൻ എൻട്രോപ്പി ഔട്ട് പ്ലസ് സിഗ്മ ക്യൂ ബൈ ടി, അതായത് നമുക്ക് അതിനകത്ത് വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, ആ ഒരു സിസ്റ്റത്തിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ വരാമല്ലോ. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ടി, അത് എന്തൊക്കെ ആണോ അത്ര എണ്ണത്തിന്റെ എത്ര സ്ഥലങ്ങളിൽ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നോ അത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ആ ക്യൂ ബൈ ടി ചെയ്യണം, പ്ലസ് എസ് ജെൻ. എസ് ജെൻ എന്തെങ്കിലും ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതും കൂടി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ എൻട്രോപ്പി ബാലൻസ് ഫോർ ഓപ്പൺ സിസ്റ്റം. ഈ എൻട്രോപ്പി ബാലൻസ് ഫോർ ഓപ്പൺ സിസ്റ്റം അങ്ങനെ അധികം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ അല്ല. ചോദിക്കുന്നെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് നമ്മൾ എൻട്രോപ്പി ബാലൻസ് ഫോർ ഓപ്പൺ സിസ്റ്റത്തിനകത്ത് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് എൻട്രോപ്പി ചേഞ്ച് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് നോക്കുമ്പോഴത്തേക്ക് എൻട്രോപ്പി ഓഫ് സോളിഡ് ആണ് എപ്പോഴും ഹൈ, എപ്പോഴും ചെറുത്. ലിക്വിഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഡിസോർഡർ ഉള്ളതുകൊണ്ട് കുറച്ച് മീഡിയം ആയിരിക്കും. ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ളത്. അത് നമുക്കറിയാം, കാരണം അത്രയും മോളിക്കുലർ ഡിസോർഡർ ഉള്ളത് ഗ്യാസിനാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, നൗ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ബോഡി ആസ് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ അറ്റ് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് സീറോ. അപ്പം ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഈ എൻട്രോപ്പിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഈ എൻട്രോപ്പിക്ക് വാല്യൂ ഉണ്ട്. ഈ സോളിഡ് വീണ്ടും തണുപ്പിച്ച് നമ്മൾ ആബ്സലൂട്ട് സീറോ, അതായത് സീറോ കെൽവിൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പിയുടെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഫോർ എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ബോഡി അറ്റ് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എൻട്രോപ്പി സീറോ ആയിരിക്കും എന്നാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എൻട്രോപ്പിക്ക് കാരണമാവുന്നത്. അതുപോലെ വർക്ക് എൻട്രോപ്പിക്ക് കാരണമാവില്ല. എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലും എൻട്രോപ്പിക്ക് കാരണമാവില്ല. ഹീറ്റ് ട്രാൻസ്ഫറുകളാണ്, നമുക്ക് ഹീറ്റ് ആണ് കൂടുതലായിട്ടും എൻട്രോപ്പി ആയിട്ട് മാറുന്നത്. കൂടുതലായിട്ട് ഹീറ്റ് ആണ് ബേസിക്കലി എൻട്രോപ്പി മാറാനുള്ള റീസൺ. ഹീറ്റ് മാത്രമാണ്. വർക്ക് ചെയ്തെന്നും പറഞ്ഞ് എൻട്രോപ്പി കൂടിയോ കൂടിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്തെന്നും പറഞ്ഞ് എൻട്രോപ്പി കൂടില്ല. പക്ഷെ വർക്കിന്റെ കൂടെ മറ്റുള്ള സാധനങ്ങൾ, മറ്റുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ച് എൻട്രോപ്പി മാറാതിരിക്കാം. പക്ഷെ വർക്ക് മാത്രമാണ് നോക്കുന്നെങ്കിൽ വർക്ക് ഈസ് ഫ്രീ ഫ്രം എൻട്രോപ്പി. 1 മാർക്ക് ക്വസ്റ്റ്യൻ അടക്കം ചോദിക്കുന്നെങ്കിൽ അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യമാണ് നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കാനുള്ളത് ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കാനുള്ളത്. സെക്കൻഡും തേർഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിനി അടുത്ത ലെക്ചറിൽ കാർനോട്ട് സൈക്കിൾ, അവൈലബിൾ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.